Dear students, +1 accountancy, depreciation provisions and reserve 2009 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഒരു സംശയമുള്ള ഒരു ഏരിയയാണ് മെഷീനറിയുടെ സെയിൽ വരുമ്പോൾ. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് ചെയ്യാം. Raman company purchased machinery for rupees 21,000 on 1/1/2004. The estimate life of machinery is 10 years and after that scrap value rupees 1,000. മെത്തേഡ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. അപ്പോൾ നമ്മൾക്ക് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഒന്നിപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ കോസ്റ്റ് ലൈഫ് സ്ക്രാപ്പ് തന്നാൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. ചില ക്വസ്റ്റ്യനിൽ അതിൻ്റെ കോസ്റ്റ് ഉണ്ടാവും, ഡിപ്രീസിയേഷൻ റേറ്റ് തരും. ഫോർ എക്സാമ്പിൾ മെഷീനറി കോസ്റ്റ് റുപ്പീസ് 2 lakh, ദെൻ ഡിപ്രീസിയേഷൻ റേറ്റ് 10%. ആ രീതിയിലും ക്വസ്റ്റ്യൻ വരും. വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 lakh into 10% അതുപോലെ ആൻസർ ചെയ്യാം. ദെൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾക്കിത് ഫിക്സഡ് മെത്തേഡാണ്. കോസ്റ്റ് സ്ക്രാപ്പ് ലൈഫ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ 1 July 2006 ഈ മെഷീനറി വിൽക്കുന്നുണ്ട്. 15,000 രൂപയ്ക്ക് ഈ മെഷീനറി സെയിൽ നടത്തുന്നുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ മെഷീനറി അക്കൗണ്ട് ഫോർ ദി ഇയർ 2004, 2005 ആൻഡ് 2006. ക്വസ്റ്റ്യനിൽ മെഷീനറിയുടെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ആ സെയിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മളത് എസ്റ്റിമേറ്റ് ചെയ്യണം. അത് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഡിപ്രിസിയേഷൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഇയർ ഏതാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിലിപ്പോൾ ജനുവരിയാണ് തുടങ്ങിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇത് ജനുവരി ഡിസംബറാണ് അക്കൗണ്ടിങ് ഇയർ. അത് ആദ്യം കുട്ടികൾ ശ്രദ്ധിക്കാം. പിന്നെ മെത്തേഡ് നോക്കുക. ഫിക്സഡ് ഓർ ഇറ്റ് ഈസ് ഫിക്സഡ് ഓർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഇതിൽ ഫിക്സഡ് മെത്തേഡാണ്. നെക്സ്റ്റ് നമുക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ആസ് പെർ ക്വസ്റ്റ്യൻ കോസ്റ്റ് ഇറ്റ് ഈസ് 21,000, ലൈഫ് 10 ആൻഡ് സ്ക്രാപ്പ് 1,000. സോ ഇക്വേഷൻ depreciation equal to cost minus scrap divided by life. Therefore 21,000 minus 1,000 divided by 10 it's equal to നമുക്ക് ഡിപ്രിസിയേഷൻ എമൗണ്ട് 2,000 കിട്ടും. അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ സെപ്പറേറ്റ് 2,000 എമൗണ്ട് കണ്ടുപിടിക്കുക ആദ്യം. നമ്മൾ മെഷീൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ലെഡ്ജർ ഫോർമാറ്റ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്. ദെൻ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. പർച്ചേസിങ് ഡേറ്റ് 1/1/2004 അത് കൊടുത്തു. ദെൻ മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി മെഷീനറി അക്കൗണ്ട് ഇട്ടു ടു ക്യാഷ് അക്കൗണ്ട്. സോ ഡെബിറ്റ് സൈഡിൽ 21,000 പോസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഇയർ എൻഡിങ് എടുക്കുക. അതായത് ജനുവരി 1 2004 സ്റ്റാർട്ട് ചെയ്താൽ അത് അവസാനിക്കുന്നത് 31st December 2004. ഇയർ എൻഡിങ് അവസാനിക്കുന്നത് 2004 അവസാന ഡേറ്റ് 31st December. അവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് 2,000 ഉണ്ട്, അത് അവിടെ നോട്ട് ചെയ്യാം. എന്നിട്ട് ആ ഇയർ അവിടെ ക്ലോസ് ചെയ്യാം. 21,000 ടോട്ടൽ. ദെൻ ഡിഫറൻസ് ബാലൻസ് ക്യാരി ഡൗൺ 19,000. കുട്ടികൾക്ക് അറിയാൻ പറ്റും ബാലൻസിങ് പ്രോസസ് എങ്ങനെയാണെന്നുള്ളത്. ഒരു അക്കൗണ്ട് നമ്മൾ എങ്ങനെയാണ് ബാലൻസ് അതുപോലെ ചെയ്യുക. രണ്ട് സൈഡും ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ ഏതാണ് ഹയസ്റ്റ് എമൗണ്ട്? 21,000 ഹയസ്റ്റ് എമൗണ്ട്. രണ്ട് സൈഡിൽ നോട്ട് ചെയ്യുക. ടോട്ടലായിട്ട് ഡിഫറൻസ് എമൗണ്ട് എടുക്കുക. എന്നിട്ട് ആ ഡിഫറൻസ് എമൗണ്ട് ഏത് സൈഡിലാണ് കുറവുള്ളത് അവിടേക്ക് എമൗണ്ട് പോസ്റ്റ് ചെയ്യുക. ഇവിടെ 19,000 ഡേറ്റ് ഇയർ എൻഡിങ് കൊടുക്കുക. ബാലൻസ് ക്യാരി ഡൗൺ 19,000. ദെൻ നമ്മൾ 2004 കഴിഞ്ഞു. നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നു 2005. ഡെബിറ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് 1/1/2005 ബാലൻസ് ബ്രോ ഡൗൺ 19,000. നെക്സ്റ്റ് 2005 ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബ്രോ ഡൗൺ ചെയ്ത് 5 ഡിപ്രിസിയേഷൻ എപ്പോഴും ഓരോ വർഷത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 2005 ഇയർ എൻഡിങ് 31st December. അവിടെ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് കൊടുക്കുക. എമൗണ്ട് 2,000. സെയിം എമൗണ്ട് തന്നെയായിരിക്കും സ്റ്റേറ്റ് മെത്തേഡ് ആയതുകൊണ്ട്. ദെൻ നമ്മൾ ആ വർഷം ബാലൻസ് ചെയ്യും. നമുക്ക് ടോട്ടൽ 19,000 കിട്ടി. ഡിഫറൻസ് 17,000. അതും എവിടെയാണ് കുറവുള്ളത് അവിടെ പോസ്റ്റ് ചെയ്യുക. 17,000 ആസ് ബാലൻസ് ക്യാരി ഡൗൺ. ദെൻ നെക്സ്റ്റ് ഇയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക ആസ് 1/1/2006 ബാലൻസ് ബ്രോ ഡൗൺ 17. (2006) നമ്മൾ ശ്രദ്ധിക്കണം. ജൂലൈ 2006 ഈ മെഷീനറി വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മെഷീനറി 2006 വർഷം എത്ര മാസം നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിച്ചു, അതായത് 6 മാസം ബിസിനസ്സിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയും നാളത്തെ ഡിപ്രിസിയേഷൻ അവിടെ അക്കൗണ്ടിൽ നമ്മൾ ചാർജ് ചെയ്യണം. അതായത് ജനുവരി തുടങ്ങിയിട്ട് 1 July. അപ്പോൾ ജൂലൈ 1 എന്ന് പറയുമ്പോൾ ജൂലൈ നോക്കണ്ട, ജൂൺ വരെ നോക്കുക. അപ്പോൾ 6 മാസം നമ്മുടെ മെഷീനറി 2006 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിപ്രിസിയേഷൻ 1,000 രൂപയുടെ ചാർജ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് മെഷീനറി സെയിൽ നടത്തുമ്പോൾ ക്യാഷ് അക്കൗണ്ട് മെഷീനറി പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ ക്യാഷ് 15,000. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ഈ 1,000 rupees
എങ്ങനെ കിട്ടി നമുക്ക് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം അതിൻ്റെ. നമ്മൾക്ക് 2006 ഡിപ്രിസിയേഷൻ എമൗണ്ട് നോക്കാം. ഡിപ്രിസിയേഷൻ ഒറിജിനൽ എമൗണ്ട് 2000. 2006 ആ വർഷം ആ മിഷനറി ആ ബിസിനസ്സിൽ 6 മാസം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഡിപ്രിസിയേഷൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓരോ വർഷം എത്ര മാസം ഉപയോഗിക്കുന്നുണ്ടോ അത്രയും നാളത്തേക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. അപ്പോൾ നമ്മൾ ജനുവരി തുടങ്ങി 1 ജൂലൈ എന്ന് പറയുമ്പോൾ 1 ജൂലൈ ഡേറ്റ് നോക്കണ്ട, ജൂൺ വരെ നോക്കാം. കാരണം ജൂലൈ 1 ഉള്ളൂ. ജൂലൈ 1 സെയിൽ നടത്തിയേക്കുന്നത്. ദാറ്റ് മീൻസ് അപ് ടു ജൂൺ വരെ. സോ ജനുവരി ടു ജൂൺ എന്ന് പറയുമ്പോൾ 6 മാസമുണ്ട്. സോ 2000 × 1/2 അല്ലെങ്കിൽ 2000 × 6/12 ദാറ്റ്സ് ഈക്വൽ ടു 1000 rupees എന്ന് വരും. 6 മാസത്തേക്ക് വരുമ്പോൾ 1000 rupees. അപ്പം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ആ സെയിൽ ഡേറ്റ് കൊടുത്തിട്ട് ആ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് പറഞ്ഞിട്ട് ആ ഡിപ്രിസിയേഷൻ എമൗണ്ട് 1000 rupees അവിടെ കാണിക്കണം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സെയിൽ നടത്തിയപ്പോൾ ക്യാഷ് അക്കൗണ്ട് സെയിൽ അതവിടെ പോസ്റ്റ് ചെയ്തു ബൈ ക്യാഷ് 15,000. നെക്സ്റ്റ് അറിയേണ്ടത് ഈ ട്രാൻസാക്ഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്രയാണ് മെഷീനറി പർച്ചേസ് നോക്കുക. മെഷീനറി പർച്ചേസ് കോസ്റ്റ് പ്രൈസ് 21,000. അതിൽ നിന്നും നമ്മൾ എത്ര നാൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ 2004 നമ്മൾ 2000 രൂപ ചാർജ് ചെയ്തിട്ടുണ്ട്, അതാദ്യം മൈനസ് ചെയ്യുക. ബാലൻസ് 19,000 കിട്ടും. അതുപോലെ 2005 2000 rupees ഉണ്ട്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്. നമുക്ക് ബാലൻസ് 17,000 വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് 2006 നമ്മൾ മെഷീനറി സെയിൽ നടത്തുകയാണ്. പക്ഷേ നമ്മൾ 6 മാസം ഉപയോഗിച്ചു. ആ ഡിപ്രിസിയേഷൻ ഇവിടെ നിന്ന് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് എമൗണ്ട് 16,000 അതിന് വിലയുണ്ട് ഇപ്പോൾ. അതായത് വിൽക്കുന്ന സമയത്ത് 2006 ജൂലൈയിൽ വിൽക്കുന്ന സമയത്ത് ഈ മെഷീനറിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 16,000 രൂപയാണ് എൻ്റെ വില. പക്ഷേ നമ്മൾ കിട്ടിയ പ്രൈസ് സെയിൽ പ്രൈസ് 15,000 രൂപയാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി 16 വിലയുള്ള സംഭവം വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത് 15,000 രൂപയേ ഉള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. നമ്മൾ അതിനെ പറയും ലോസ് ഓൺ സെയിൽ എന്ന് പറയും. അടുത്ത സ്റ്റെപ്പ്, ഈ ലോസ് നമ്മൾ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയിടും. അതാണ് നമ്മുടെ P&L അക്കൗണ്ട്. നമ്മൾ ഈ എമൗണ്ടും കൂടി ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. P&L അക്കൗണ്ട് ആസ് ലോസ് 1000 rupees. നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് അവിടെ ക്ലോസ് ആയി കഴിഞ്ഞു. അപ്പോൾ കുട്ടികളെ, നമ്മൾ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ വർഷത്തേക്കും ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ ഇതിൽ സെയിലുണ്ട്. അപ്പോൾ സെയിൽ നടത്തുന്ന വർഷം നമ്മൾ ചെയ്യേണ്ടത് അവിടെയും ആ ഇയറിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആ സെയിൽ നടത്തിയ വർഷം ആ വർഷത്തിൽ എത്ര മാസം നമ്മൾ ഉപയോഗിച്ചോ അത്രയും നാളത്തേക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ അടുത്തൊരു ഐറ്റം വരും, മെഷീനറിയുടെ സെയിലിൻ്റെ ബൈ ക്യാഷിന് അതും പോസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ മെഷീനറിയുടെ സെയിൽ പ്രോഫിറ്റ് ആണ് ലോസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളതിൻ്റെ സ്റ്റെപ്പ് ഒന്നുകൂടി പറഞ്ഞു തരാം. അത് സ്റ്റെപ്പ് നോക്കുക. പർച്ചേസ് പ്രൈസ് 21,000. ഫസ്റ്റ് ഡിപ്രിസിയേഷൻ ഫോർ 2004, ദെൻ മൈനസ് 2005 ഡിപ്രിസിയേഷൻ ഫോർ 2005. അത് കഴിഞ്ഞ് നമ്മൾ സെയിൽ നടത്തുന്ന വർഷത്തെ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യണം. അപ്പോൾ അത് 1000 rupees വന്നിട്ടുണ്ട്. ദെൻ ബാലൻസ് 16,000 വിലയുണ്ട്. അതായത് വിൽക്കുന്ന സമയത്ത് എൻ്റെ വില 16,000 രൂപയുണ്ട്. നമ്മൾ കിട്ടിയ വില 15,000 രൂപ. ദാറ്റ് മീൻസ് നമ്മൾക്ക് 1000 രൂപ നഷ്ടം വന്നിട്ടുണ്ട്. അത് നമ്മൾ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ ബൈ P&L അക്കൗണ്ട് ലോസ് ആയിട്ട് ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ എമൗണ്ട് കാണിക്കണം. നമ്മൾ ഇതും കൂടി പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അവിടെ ക്ലോസ് ആയി. കാരണം ഇനി അവിടെ മെഷീനറി ഇല്ല, അതവിടെ ക്ലോസ് ആയി പോയിക്കോളും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.